അപ്പോൾ നമ്മളിവിടെ വശിഷ്ഠ വില്ലേജ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്പോട്ടിലാണ് കേട്ടോ. അപ്പോൾ നമ്മളെ മണാലി ട്രിപ്പിൻ്റെ ഫസ്റ്റ് സൈറ്റ് സീയിങ് നമ്മൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ വണ്ടി ട്രാവലറിലാണ് വന്നിട്ടുണ്ടായിരുന്നത്. ട്രാവലർ ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് 1.5 മണിക്കൂർ സ്പെൻഡ് ചെയ്യാനായിട്ട് നമ്മുടെ ടീം കോർഡിനേറ്റേഴ്സ് ടൈം തന്നിട്ടുണ്ട്. അപ്പോൾ ആവശ്യമുള്ളവർക്ക് ഇവിടുന്ന് ഫുഡ് കഴിക്കാം. ലഞ്ച് നമുക്ക് പാക്കേജിൽ ഇൻക്ലൂഡ് അല്ല, ബ്രേക്ക്ഫാസ്റ്റും ഡിന്നറുമാണ് നമ്മളെ പാക്കേജിൽ ഇൻക്ലൂഡ് ആയിട്ട് വരുന്നത്. അപ്പോൾ ഇവിടുന്ന് കുറേ സാധനങ്ങളൊക്കെ വേണമെങ്കിൽ പർച്ചേസ് ചെയ്യാം. അതുപോലെ തന്നെ ഇവിടെ എന്തോ പ്രസിദ്ധമായിട്ടുള്ള ഒരു ടെമ്പിളാണ്. ആ ടെമ്പിളിന് ഒരുപാട് ചരിത്രങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അതിനെക്കുറിച്ച് പറയാനായിട്ട് എനിക്ക് അറിയില്ല ഗായ്സ്. എന്തായാലും നമുക്കൊന്ന് പോയി നോക്കാം. അപ്പോൾ നമ്മുടെ ടീമിലുള്ള എല്ലാ മെമ്പേഴ്സും ഉണ്ട്. എല്ലാവരും വളരെ ത്രില്ലിങ്ങിലാണ്. മണാലി വന്ന് ഒരു തണുപ്പൊക്കെ ഇങ്ങനെ ആസ്വദിച്ചുകൊണ്ട് മണാലി എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കമോ भैया दिस हाउ मच? ठीक है, 50 है, 30 है, 40 है, 60. കപ്പലണ്ടി മേടിക്കുക കേട്ടോ ഗായ്സ്. 20 രൂപ 50 രൂപ 20 രൂപ കൊടുത്ത് കപ്പലണ്ടി മേടിക്കും. ലഞ്ച് കഴിച്ചിട്ടില്ല നമ്മൾ. 30, 40, 50, 60. 30, 40, 50, 60 നമ്മൾ കപ്പലണ്ടി വറുത്ത് മേടിച്ച് കഴിക്കാൻ പോവാണ്. ചോളമൊക്കെ ഉണ്ട് നല്ല. 30 है, 40, 50, 60. അപ്പോൾ നമ്മൾ ആ ടെമ്പിളിലോട്ട് കയറുവാണ്. കയറുന്ന ഇവിടെ ഒരുപാട് കടകളൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് ഇവിടുന്ന് ജാക്കറ്റും സംഭവങ്ങളൊക്കെ ഇവിടെ നമുക്ക് പർച്ചേസ് ചെയ്യാം. അവിടെ ഭയങ്കര റേറ്റ് കുറവാണ്. ഒരുപാട് കടകളുണ്ട് ഇവിടെ. ഹോട്ടലുകളും ചായ വെറൈറ്റി സാധനങ്ങളൊക്കെ കിട്ടും. ഇവിടെ സാൻഡ്വിച്ച്, പൊക്കവട, സമൂസ കണ്ടല്ലോ. Which name? Which item? Sandwich. Bread piece. Bread sandwich. Pakavada. Samosa. Veg samosa. ഇപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരുപാട് കടകളൊക്കെ ഉണ്ട് കേട്ടോ. നമ്മളിങ്ങനെ കടലൊക്കെ തിന്നുകൊണ്ട് ഇങ്ങനെ വൈബ് ആസ്വദിച്ചുകൊണ്ട് പോവാണ്. Starting price 200. 200. Good quality, fine quality. Not a normal quality. Check the different quality. ना तो उसके पास वीडियो ना मेरे पास वीडियो अगर ये देख रखा हो ഫോട്ടോ 20 rupees 20 ഫോട്ടോ എടുക്കാനോ? ഇതിന്റെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കാൻ 20 rupees. ഹൈവ पकड़ो गोद में पकड़ो आप लो ऐसे पकड़ो 20 rupees ആ? पकड़ गोद में पकड़ ले എടുക്കട്ടെ. ले पकड़ ले എന്നത് പിടിക്കും. ഇത് തുളത്തിടും. Matadi. Wait. Auntie. Kaç saat बाद? आजा आजा. नहीं आप. Wait. हां ले लो तो मैं बिना मैं तो ले बे आओ अभी बैठो. മണാലി വശിഷ്ഠ ടെമ്പിളിൽ വരുന്നവർക്ക് മസ്റ്റായിട്ട് ട്രൈ. അപ്പോൾ ഗൈസ്, നിങ്ങൾ ഈ വശിഷ്ഠ ടെമ്പിൾ വിസിറ്റ് ചെയ്യാൻ വരുന്ന ആളുകൾ തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്യേണ്ട ഒരു അടിപൊളി ഐറ്റം ഉണ്ട് ഇവിടെ. കേശർ മിൽക്ക് എന്നാണ് ഇതിന്റെ, ബദാം മിൽക്ക്. സംഭവം അടിപൊളിയാണ്, ഭയങ്കര ലൈവാണ്, ചൂടോട് കൂടിയിട്ട് നമുക്ക് തരുന്നത്. കേശർ ബദാം മിൽക്ക്. കേസർ ബദാം മിൽക്ക്. ഒരു ഗ്ലാസ്സിന് എത്രയത്? 40 റൈറ്റ്? ഹൗ മച്ച്? 40 rupees. 50. ആ, ഒരു ഗ്ലാസ്സിന് 50 rupees ആണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ അതൊന്ന് ട്രൈ ചെയ്യാണ്. Ingredients क्या? बादाम, Saffron. बादाम और സഫ്രോൺ ബദാം. സഫ്രോണും ബദാമൊക്കെ ഇട്ടിട്ട് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കുന്നതാണ്. ലൈവാട്ടോ, ഭയങ്കര ചൂടോട് കൂടിയിട്ട് നമുക്ക് കിട്ടും. 50 രൂപ കൊടുത്താൽ മതി ഒരു ഗ്ലാസ്സിന്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കില്ലേ.
लगता पहले ही മോൾ റോഡിലേക്ക് എൻ്റർ ചെയ്തു നമ്മൾ. ഇതാണ് നിങ്ങൾ റീൽസിലൊക്കെ കാണാം മണാലി മോൾ റോഡ്. പക്ഷെ നമ്മളിപ്പോൾ അങ്ങോട്ടല്ല പോണേ, നമ്മൾ ടെമ്പിളിലേക്കാണ്. അതാണ് മോൾ റോഡ്. നേരെ കയറി नहीं वो फ्रंट आगे से ഇവിടെ ഒരുപാട് പേരെ നമുക്ക് കാണാട്ടോ. നമ്മളെ ഉപദ്രവിക്കൊന്നുമില്ല. അവർ നമ്മൾ ഭക്ഷണം കൊടുത്തു കഴിഞ്ഞാൽ അടുത്തേക്ക് വരും. അപ്പോൾ നമ്മളിപ്പോൾ അടിമ്പ ടെമ്പിൾ. Okay, Bhaiya, in the history, small words, the YouTube channel. Adimba and Bhim. Bhima wife. Bhima's wife, Adimba. Pradishta. Wife. Wife. That son is Gattodgaj. Okay. ഭീമന്റെ വൈഫിന്റെ പ്രതിഷ്ഠ ഇവിടെ ഉണ്ട്. ഒരുപാട് പുരാതനമായിട്ടുള്ള ഒരു ടെമ്പിൾ ആണിത്. ഒരുപാട് ഐതിഹ്യങ്ങളുണ്ട്, ചരിത്രങ്ങളുണ്ട്. നിങ്ങൾ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്താൽ കിട്ടും. ദെൻ ഇവിടെ വേറെ എന്തൊക്കെ നമുക്ക് ഇവിടെ ഫോട്ടോസ് ഒക്കെ എടുക്കാൻ പറ്റും. ലേഡീസിനും ജെൻസിനൊക്കെ സെപ്പറേറ്റ് വേഷവിധാനങ്ങളൊക്കെ ചെയ്തുകൊണ്ട് ഫോട്ടോസ് എടുക്കുക. 50 രൂപയേ ഉള്ളൂ. അതുപോലെ ഇവിടെ കുതിര സവാരി ഉണ്ട്. ഇംഗ്ലീഷ് യാക്കിന്റെ കൂടെ സഫാരി. Yes, safari. How much? Its cost is 50 rupees per photo. If you want to ride, it's 500. 200. 50 റുപ്പീസ് കൊടുത്തിട്ട് നമുക്ക് അതിന്റെ മുകളിലിരുന്ന് സഫാരി ചെയ്യാം, ഫോട്ടോസ് എടുക്കാന്നൊക്കെയാണ് പറഞ്ഞത്. അതുപോലെ ഇവിടെ ഒരുപാട് നല്ല പ്ലേസ് ആയിട്ടോ, ഭയങ്കര നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു അടിപൊളി പ്ലേസ് ആണ്. അപ്പോൾ നിങ്ങൾ മണാലിയിൽ വരുമ്പോൾ ഈ ഒരു പ്ലേസ് നിങ്ങൾ മിസ് ചെയ്യരുത്. അപ്പോൾ നമ്മൾ സെക്കൻഡ് സ്പോട്ടാണ് ഈ അടിപൊളി, നല്ല രസമുണ്ട്. ഒരു മിനിറ്റ്, ഓ ഇന്ത്യ എടുക്കായിരുന്നല്ലോ. इनको ऊपर रहता जोड़े, ऊपर एक बार जोड़े ऊपर हो.
ഡാൻസ് റെഡി ഗൈസ് സൂപ്പർ Raji, join അങ്ങനെ നമ്മുടെ ഗ്രൂപ്പിലുള്ള ഒരു കപ്പിൾസ് ഇതേ മണാലിയിലെ ട്രഡീഷണൽ ആയിട്ടുള്ള വെഡ്ഡിങ് ഡ്രസ്സൊക്കെ ഇട്ട് ഫോട്ടോഷൂട്ടിന് വേണ്ടി നിൽക്കുകയാണ്. ഇവിടെ ഒരുപാട് പേര് റീൽസും ഒക്കെ ചെയ്യുന്നുണ്ട്. ഇത് ഫോട്ടോഷൂട്ടിന് പറ്റിയൊരു കിടിലൻ സ്പോട്ടാണ് കേട്ടോ. ഒരു അഡിംബ ടെമ്പിൾ എന്നാണ് ഇതിൻ്റെ പേര്. വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ദേവി ടെമ്പിളാണ്. ഇവിടെ ഒരുപാട് പേര് സന്ദർശിക്കുന്നുണ്ട്. നല്ലൊരു സ്പോട്ടാണ്. മണാലിയിൽ വരുന്ന ആരും ഇവിടെ മിസ് ചെയ്യരുത്. എല്ലാവരും വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലമാണ്. നമുക്ക് ഒരുപാട് ചരിത്രമൊന്നും ഇവിടത്തെക്കുറിച്ച് പറയാനറിയില്ല, പക്ഷേ അടിപൊളിയായിരുന്നു. ഇവിടെ ഒരുപാട് ആക്ടിവിറ്റീസും ഒക്കെ ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. 40 രൂപയാണ് ഈ ഒരു ഡ്രസ്സ് ഇട്ട് ഫോട്ടോ എടുക്കാനായിട്ട് ഇവർ ചാർജ് ചെയ്യുന്നത് കേട്ടോ. ഇവരെ പോലെ ഒരുപാട് പേര് ഇവിടെ ഇങ്ങനെ അവരൊരു ജീവിത മാർഗ്ഗമാണ്. അങ്ങനെ ഒരുപാട് പേര് നിൽക്കുന്നുണ്ടാവും. അപ്പോൾ 40 രൂപയാണ്. നമ്മുടെ ഗ്രൂപ്പിലുള്ളൊരു കപ്പിൾസാണ്. അവർ ഈ ഒരു ദിവസം മണാലിയിൽ വന്ന് മണവാട്ടിയുമായിരിക്കുകയാണ്. അങ്ങനെ ഞാനും ഈ ഡ്രസ്സൊക്കെ ഇട്ട് ഒരു ഫോട്ടോസ് എടുത്തു. ഓൾമോസ്റ്റ് എല്ലാവരും നമ്മുടെ ഗ്രൂപ്പിലുള്ള എല്ലാവരും ഫോട്ടോസൊക്കെ എടുത്തു. എന്തായാലും അതൊരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. നല്ല ഭംഗിയാണ് ഈ ഒരു ചുവന്ന കളറിലുള്ള ഡ്രസ്സൊക്കെ ഇട്ട്. ലേഡീസിനൊക്കെ ആണെങ്കിൽ പ്രത്യേകിച്ച് ഓർണമെൻറ്റ്സ് ഒക്കെ ഇട്ട് ഭയങ്കര ഭംഗിയാണ് കാണാനായിട്ട്. ഫോട്ടോസിലൊക്കെ നമ്മൾ ഒരുപാട് ഇങ്ങനെ തിളങ്ങി നിൽക്കുന്നത് കാണാം. മണാലിയിലൊക്കെ വരുമ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. അപ്പോൾ ആ ഒരു സംഭവം. അപ്പോൾ അടുത്തത് ഞാൻ മണവാളിൻ്റെ ഡ്രസ്സാണ് ഈ കാണുന്നത് ഗായ്സ്. 40 രൂപ കൊടുത്ത് ഫോട്ടോസ് എടുക്കാനും റീൽസ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് ഞാനും അങ്ങനെ ആ ഒരു ഡ്രസ്സ് കാണുന്നു. മണാലിയിലെ പുതുമണവാളനാവാൻ പോവുകയാണ്. ഈ കോസ്റ്റ്യൂം ഉണ്ടല്ലോ. ഗായ്സ് നമ്മൾ മണാലിയിൽ വന്നിട്ട് ഇവിടുത്തെ മണവാളനാകാൻ പോകുകയാണ്. മണവാട്ടിയില്ല ഗായ്സ്. അതിന് ഏതെങ്കിലും ഒന്നിനെ എടുത്താളേ ഫോൺ എടുത്തിട്ട് ഗായ്സ് അടിക്കോ ഇപ്പൊ തന്നെ കണ്ണിന് കുത്തിനെ. തൊപ്പി മാറ്റി അത് മാത്രം പറയരുത്. അത് മാത്രം പറയരുത്. അല്ല പെട്ടെന്ന് ഒരുക്കോ ഇല്ല ആരും കാണൂല. പെട്ടെന്ന് ആരും കാണൂല. പെട്ടെന്ന് വരും. അങ്ങനല്ല. ആ കഴിഞ്ഞു. लड़की मैडम 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 प्लीज प्लीज भैया प्लीज प्लीज वो लड़की था प्लीज और लड़की ने लड़की my husband is
ഹേ ഗായ്സ്, ഞാനിത് മണവാളനായിരിക്കുകയാണ്. മണാലിയുടെ സ്വന്തം സെയ്ദ് മണവാളൻ. മണവാട്ടി ഇല്ല ഗായ്സ്, നമുക്ക് ഇവിടെ ഒരു മണവാട്ടിനെ തപ്പിയെടുക്കണം. ഒരു ലടുക്കി വേണം. ലടുക്കി ഇല്ല ഗായ്സ്, ഞാൻ ഒറ്റയ്ക്കാണ് ഗായ്സ്. കണ്ടല്ലോ, ഇത് രസാണേ കാണാൻ, ഇത് രസാണേ കാണാൻ കുഞ്ഞാവേ. പൊളിച്ചു. ഹിഡിംബ ടെമ്പിൾ അടിപൊളി ഒരു സ്പോട്ടാട്ടോ. ഭയങ്കര നല്ലൊരു അറ്റ്മോസ്ഫിയറും ഇവിടെ ഒരുപാട് ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. പ്രത്യേകിച്ച് ഫാമിലീസും കപ്പിൾസൊക്കെ ആയിട്ട് വരുന്നവർക്ക് കുറേ ഫോട്ടോസ് എടുക്കാൻ പറ്റിയ നല്ല സ്പോട്ടുകളൊക്കെ ഇതിനകത്തുണ്ട് ഹിഡിംബ ടെമ്പിളിൽ കേട്ടോ. നല്ല രസമാണ്. കരിങ്കല്ല് കൊണ്ട് ഇങ്ങനെ പാകിയിട്ടുള്ള ചുറ്റും മുറ്റവും ഒക്കെ ആയിട്ട് കുറേ നല്ല കാറ്റാടി മരങ്ങളൊക്കെ ആയിട്ട് നല്ല ഭംഗിയാണ് ഈ ഒരു പ്രദേശം കാണാൻ. ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരുപാട് ഐതിഹ്യങ്ങളും ചരിത്രങ്ങളൊക്കെ ഉള്ള ഒരു ദേവീ ക്ഷേത്രമാണ് മണാലിയിലെ. അപ്പോൾ മണാലിയിൽ വരുന്ന എല്ലാവരും ഇവിടെ വരാൻ മറക്കരുത്, മിസ് ചെയ്യരുത്. അപ്പോൾ നമ്മുടെ മണാലിയിലെ ആദ്യത്തെ യാത്ര നമ്മൾ ഇന്ന് കംപ്ലീറ്റ് നമ്മൾ 2 ടെമ്പിളാണ്, വളരെ ഫേമസ് ആയിട്ടുള്ള 2 ടെമ്പിളാണ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്, നമ്മൾ എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്തായാലും വളരെ മനോഹരമായിരുന്നു. വൈകുന്നേരം അടുക്കുംതോറും തണുപ്പ് ഇങ്ങനെ കൂടി വരുന്നുണ്ട്. അപ്പോൾ നമ്മളങ്ങനെ ഇവിടുന്ന് വൈൻഡ് അപ്പ് ചെയ്ത് നമ്മൾ തിരിച്ച് നമ്മൾ റൂമിലേക്ക് പോകാനുള്ള ഒരു പ്ലാനിങ്ങിലാണ്. ഇവിടെ അമ്പലത്തിൽ കണ്ടില്ലേ, ആ ഒരു ക്ഷേത്രത്തിൽ കുറേ പേരുകൾ വന്നിങ്ങനെ തൊഴുകുന്നൊക്കെ ഉണ്ട്. പൂജാ ടൈമാണ് തോന്നുന്നു അവരെ. അപ്പോൾ നമ്മളങ്ങനെ ഇവിടെ കുറേ നേരം സ്പെൻഡ് ചെയ്തു. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഏകദേശം ഒരു 2-3 മണിക്കൂർ നമ്മളിവിടെ സ്പെൻഡ് ചെയ്തു ഈ ഒരു ഹിഡിംബ ടെമ്പിൾ. അങ്ങനെ തിരിച്ച് നമ്മൾ താമസിക്കുന്ന ഹോട്ടലിലെത്തിയിരിക്കുകയാണ്. രാത്രിയിലെ ഒരു വൈബാണ്. നമ്മൾ ഡിന്നറൊക്കെ കഴിച്ച് എല്ലാവരും ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ് ടെറസിന് മുകളിൽ. ഓപ്പൺ ടെറസാണ്, നല്ല കാറ്റും നല്ല തണുപ്പും ഒക്കെ ആയിട്ട്. അപ്പോൾ നമ്മളിങ്ങനെ തണുപ്പിനെ ഇങ്ങനെ ഒന്ന് പ്രതിരോധിക്കാൻ വേണ്ടി ക്യാമ്പ് ഫയറും മ്യൂസിക്കൊക്കെ ഇട്ടിട്ട് എല്ലാവരും ഇവിടെ ഇങ്ങനെ ചില്ലാക്കുകയാണ്. എല്ലാവരും ഉണ്ട് നമ്മളെ ഗ്രൂപ്പിൽ. അപ്പോൾ നമുക്കിനി മോർണിംഗിലെ അടിപൊളി വിശേഷങ്ങളുമായിട്ട് അടുത്ത എപ്പിസോഡിൽ കാണാം.